PSC പോലുള്ള എക്സാമുകളിൽ എടുത്തു പറയുന്ന അല്ലെങ്കിൽ സിലബസിൽ എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അടിസ്ഥാന വിവരങ്ങൾ. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അടിസ്ഥാന വിവരങ്ങളിനകത്ത് അതായത് ഭൂപ്രകൃതി വിഭാഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഭൂപ്രകൃതി വിഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയുണ്ട്? ഉത്തരപർവ്വത മേഖലയുണ്ട്, ഉത്തര മഹാസമതലമുണ്ട്, ഉപദ്വീപീയ പീഠഭൂമിയുണ്ട്, തീരസമതലങ്ങളുണ്ട്, ദ്വീപുകളുണ്ട്. ഇവയൊക്കെയാണ് ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ട് പറയുന്നത്. അപ്പം അതിൽ ഏറ്റവും ആദ്യമായിട്ട് പറയുന്നതാണ് ഉത്തരപർവ്വത മേഖല. അപ്പൊ നമുക്ക് ഉത്തരപർവ്വത മേഖലയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പോൾ എന്താണ്? പർവ്വതങ്ങളാണ് അല്ലെ, ഹിമാലയൊക്കെ ഉൾപ്പെടുന്ന ആ പ്രദേശങ്ങളെയാണ് നമ്മൾ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ട്രാൻസ് ഹിമാലയമാണ്. ട്രാൻസ് ഹിമാലയം. സെക്കൻഡ് വൺ ഹിമാലയം. തേർഡ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് കിഴക്കൻ മലനിരകൾ. അതായത് ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പോൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ട്രാൻസ് ഹിമാലയം, അതുപോലെ തന്നെ ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെയാണ് ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്ന ട്രാൻസ് ഹിമാലയത്തെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, അതുപോലെ തന്നെ കിഴക്കൻ മലനിരകള്. ഈ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ട്രാൻസ് ഹിമാലയമാണ്. ട്രാൻസ് ഹിമാലയത്തെ പറ്റി നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ നോക്കാം. ട്രാൻസ് ഹിമാലയത്തെ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഓക്കെ, അപ്പൊ നമ്മൾ കാരക്കോറത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുവാണ്. ട്രാൻസ് ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്ത് കാണപ്പെടുന്ന പർവ്വത നിരയാണ് ഏത്? കാരക്കോറം എന്ന് പറയുന്നത്. ട്രാൻസ് ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്ത് കാണപ്പെടുന്ന പർവ്വത നിരയാണ് കാരക്കോറം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര അല്ലെങ്കിൽ കൊടുമുടി എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്? അതായത് എവറസ്റ്റ് കൊടുമുടിയാണ് അല്ലെ. അപ്പം അതായത് ലോകത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി എന്ന് പറഞ്ഞിരിക്കുന്ന മൗണ്ട് കേറ്റു ആണ്, അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് ഈ കാരക്കോറം റേഞ്ചിലാണ്. ക്ലിയർ ആണ്? ലോകത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ. അത് എവിടെയാണ് കാണപ്പെടുന്നത്? കാരക്കോറം റേഞ്ചിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം മൗണ്ട് കേറ്റുവിന്റെ ഉയരം എന്ന് പറഞ്ഞിരിക്കുന്നത് 8611 മീറ്റർ ആണ്. മൗണ്ട് കേറ്റുവിന്റെ ഉയരമായിട്ട് കണക്കാക്കുന്നത് 8611 മീറ്റർ. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. മൗണ്ട് കേറ്റു കാണപ്പെടുന്ന എവിടെയാണ്? കാരക്കോറത്തിലാണ് മൗണ്ട് കേറ്റു കാണപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു. അതുപോലെ തന്നെ എവറസ്റ്റിന്റെ നീളം ഒന്ന് നോട്ട് ചെയ്യുക. 8848.86 മീറ്റർ ആണ്. അതായത് മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് 8848.86 മീറ്റർ. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്, നമ്മൾ പറഞ്ഞു മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് ലഡാക്ക് ആണ്. ലഡാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പീഠഭൂമിയാണ് ലഡാക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക് എന്ന് പറയുന്നത്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു കിടക്കുന്ന നിരപ്പായ ഒരു ഭൂപ്രദേശമാണ് പീഠഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു കിടക്കുന്ന നിരപ്പായ ഭൂപ്രദേശമാണ് ലഡാക്ക് എന്ന് പറയുന്നത്. അതായത് ലിറ്റിൽ ടിബറ്റും അതുപോലെ തന്നെ തണുത്ത മരുഭൂമി എന്നൊക്കെയാണ് ലഡാക്ക് അറിയപ്പെടുന്നത്. എക്സാമിന് ചോദിക്കാം, ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിക്കാം. ലിറ്റിൽ ടിബറ്റ് അതുപോലെ തന്നെ തണുത്ത മരുഭൂമി എന്നൊക്കെ അറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. അത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന സസ്കർ ആണ്. അതുപോലെ തന്നെ ട്രാൻസ് ഹിമാലയത്തിന്റെ മൂന്നാമത്തെ തിരിവ് ഏതാണ്? സസ്കർ. സസ്കറിനെ പറ്റി കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല. എന്നാലും ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ് എന്ത്? സസ്കർ എന്ന് പറയുന്നത്. ട്രാൻസ് ഹിമാലയത്തിന്റെ മൂന്നാമത്തെ തിരിവാണ് സസ്കർ. അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഉത്തരപർവ്വത മേഖലയിലെ പർവ്വത നിരകൾ ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം,
കിഴക്കൻ മലനിരകള്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും ആൻസർ? ട്രാൻസ് ഹിമാലയമാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ട്രാൻസ് ഹിമാലയം. നെക്സ്റ്റ്, ട്രാൻസ് ഹിമാലയൻ നിരയിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഓക്കെ. ദെൻ നെക്സ്റ്റ്, കാരക്കോറം നിരയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാരക്കോറം നിരയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ. അതിന്റെ ഉയരം എത്രയാണ്? 8611 മീറ്റർ ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ്.